أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين. قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين. أبلغكم رسالات ربي وأنا لكم ناصح أمين. أوعجبتم أن جاءكم ذكر من ربكم على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطا. فاذكروا آلاء الله لعلكم تفلحون. قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين. നോക്കൂ, അപ്പോൾ സൂറത്തു അൽ ആറാഫാണ്. ഈ പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങളാണ് പറയുന്നത്.
അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് പല സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ചില സന്ദർഭങ്ങളോട് ചേർത്ത് വായിക്കുമ്പോഴും അതിൽ തന്നെ പറയുന്ന ചില വ്യത്യാസങ്ങളും ചില പ്രയോഗങ്ങളും അതിനെ വ്യതിരിക്തമാക്കുകയും കുറേ സന്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു ദീനിൻ്റെ പ്രബോധന രംഗത്തും ദീനിൻ്റെ പ്രായോഗിക ജീവിതത്തിലും നിരന്തരമായി ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റഹ്മത്തുൻ ലി ഖൗമി യുഅ്മിനൂ എന്ന് പറഞ്ഞല്ലോ ഖുർആനെ കുറിച്ചിട്ട്. ഈമാനുള്ള ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്കൊരു കാരുണ്യമാണ് ഖുർആൻ. ഇല്ലേ സമാധാനം കിട്ടും ഇങ്ങനെ വായിക്കും. ദീനിൻ്റെ രംഗത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും പകരുന്നതാണ് പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങൾ എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നാലും ഇപ്പം നമ്മളുടെ ഒരു ശത്രു നമ്മളോട് പറയാണ് നീ വഴികേടിലാണ്, അല്ലെങ്കിൽ നീ കൊള്ളരുതാത്തവനാണ്, നിങ്ങൾ ആദർശം ശരിയില്ല, ആശയം ശരിയില്ല എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ വേണമെങ്കിൽ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പല തകരാറും നമ്മളെടുത്ത് ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ എന്താണ് ഒരു ഭാഗികമായി നമ്മളെടുത്ത് കുറേ തെറ്റുണ്ടാവും എന്ന് നമുക്ക് സംഭവിച്ചു കൊടുക്കുക. എന്നാൽ പ്രവാചകന്മാരോടും ജനങ്ങൾ നേരിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ മഹാപൊട്ടന്മാരാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ എന്താണ്, വഴിപിഴച്ച ആശയങ്ങളാണ് എന്ന് നേർക്കുനേരെ പ്രവാചകന്മാരോട് പറയുന്നതാണ് നമ്മൾ ഈ ആയത്തുകളിൽ വായിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, രണ്ടു കാര്യം അവിടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും സുന്ദരമായ സത്യത്തെ, ആശയത്തെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നവനേക്കാളും വിഡ്ഢിയാരാണുള്ളത്? അവൻ്റെ ഇഹപര മോക്ഷത്തിന് ആവശ്യമായ ഏറ്റവും സത്യവും യുക്തിഭദ്രവുമായ യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളയുന്നതിനേക്കാളും വലിയ പൊട്ടന്മാരാരെങ്കിലും ഉണ്ട്? എന്നിട്ട് ആ പൊട്ടത്തരം അവരാരോപിക്കുന്നത് ആരെ മേലാണ്? പ്രവാചകന്മാരുടെ മേലാണ് അവരാ പൊട്ടത്തരം എന്ത് ചെയ്യണത്? ആരോപിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പം നമുക്കിപ്പോൾ എന്ത് വിശദീകരണം ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ മനസ്സിലാവും. കുറച്ചൊരു ദീനും സദാചാരവും ബോധമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ പറ്റി എല്ലാവരും പറയും എന്താണ്, ഇതൊന്നും ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, ഇതൊന്നും ഇപ്പോൾ ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, നിങ്ങൾ ഈ പറയണ പോലെ ഒന്നും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ആരെക്കൊണ്ടും ജീവിക്കലും നടക്കൂല എന്നാണ് ശരിക്കും ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് എന്ത് ചെയ്യുക, പറയാ. അതാണ് അന്നത്തെ ഒരു കാലഘട്ടം. അപ്പം ഞമ്മക്കും കുറേ പറയുമ്പോൾ തോന്നും പറയണത് ശരി തന്നെയാണുള്ളത്, ഇപ്പം നടക്കൂലെന്ന് തോന്നും. നടക്കാത്തൊരു പ്രശ്നമേ ഇല്ല, മനസ്സിലായില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാ കാലത്തിനും എല്ലാ സമയത്തിനും എല്ലാ സ്ഥലത്തേക്കും പ്രായോഗികമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പറയുന്നതാണ് യാഥാർത്ഥ്യം, സത്യം എന്ന് പിന്നെ അതിൻ്റെ പരിണിതികൾ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ആ സമയം ആവാൻ കുറച്ചെന്തെയും കാത്തു നിൽക്കേണ്ടി വരും എന്നർത്ഥം. ഒന്നാണ്. പിന്നെ ഇത്രയും അധികം എതിര് നിൽക്കാൻ ശ്രമിച്ച പ്രബോധിത ജനവിഭാഗങ്ങളോട് പ്രബോധനം പറയുമ്പോൾ, പ്രബോധനം നടത്തുമ്പോൾ പ്രവാചകന്മാർ പറയുന്ന ആശയങ്ങൾ, അവരെ ഉപദേശങ്ങൾ സ്വീകരിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ആശയങ്ങളും പ്രയോഗങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയ പ്രബോധന രംഗങ്ങളിൽ വളരെ ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലവർ പറയുന്ന നിരന്തര പ്രയോഗങ്ങളിൽ ഒരു പ്രയോഗമാണെന്ത്, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ. നിങ്ങൾ എന്താകണു എന്നുള്ളത് നമുക്ക് വിഷയമല്ല, എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. നമ്മൾ ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രതികരിക്കുന്ന ആരോടും നമുക്ക് പറയാൻ പറ്റും, ഇത് എൻ്റെ ഒരു കടമയാണ്, ഇത് ഞാൻ പറയാണ്, നിനക്കിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഇതിൻ്റെ ഒരു ദൗത്യ നിർവഹണമാണ് ഞാൻ. രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് നിന്റെ ഈ പറയപ്പെടുന്ന നിന്നോടുള്ള ഗുണകാംക്ഷയല്ല, നിനക്കൊരു ഗുണം വരുത്തുക എന്നതല്ലാത്ത മറ്റൊരു ഉദ്ദേശവും എനിക്ക് എന്തില്ല, ഈ ഒറ്റൊരു ഉദ്ദേശവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിലില്ല. അതും നമ്മൾ എന്ത് ചെയ്യാണ്, ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതിലേറെ നമുക്കിതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഏതുപദേശങ്ങളും ഫലപ്പെടാനുള്ള നല്ലൊരു മാർഗമാണ് അയാൾക്കുള്ള അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ചെയ്യണതാണ്. പക്ഷെ നമ്മളുടെ ശൈലി കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ. നമ്മൾ കുട്ടി എന്തിനാണ് അണക്കൊക്കെ തിന്നാൻ തരുന്നതെന്ന് നമ്മൾ ചോദിക്കുക. ഒരു പ്രയോഗത്തിൻ്റെ ഒരു വ്യത്യാസത്തിൻ്റെ പ്രശ്നമുള്ളൂ. സംഗതി അത് പറയണം എന്നാണ്. ഉപദേശിക്കുന്ന സമയത്ത് ഉമ്മാരും വാപ്പാരും ഒക്കെ മക്കളോട് പറയുമ്പോൾ എന്ത് പറയണം,
അണക്ക് ഞാൻ ചെയ്ത അനുഗ്രഹം, എന്നെ ഞാൻ ഈ കോഴ്സൊക്കെ പഠിപ്പിച്ച് അവിടെ എത്തിച്ചു, അണക്ക് എന്തൊക്കെ തന്നു, ഒന്നും അറിയാതെ വളർത്തി, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്, ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ചിലവായിട്ടുണ്ടാവും മൊത്തം ഒന്ന് പറഞ്ഞാൽ തരാ എന്നായിരിക്കും അവൻ്റെ മറുപടി. അപ്പോൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത്യാവശ്യം അതൊക്കെ അത്യാവശ്യം അന്തൊക്കെ ഇപ്പം എനിക്കുണ്ട്, എൻ്റെ കാര്യം കുറേയൊക്കെ ഞാനും നോക്കിക്കോളാം, ഈ മറുപടിയൊക്കെ നമുക്ക് കിട്ടുക. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പറയണതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യണം? പറയുമ്പോൾ അതിനും എന്തുണ്ട്? ഒരു രൂപമുണ്ട്. ഇപ്പം ഇവിടെ ഈ നമ്മളിപ്പോൾ ഒന്ന് വായിക്കാൻ പോണത് എന്താ വെച്ചാൽ ഈ ആദ് സമുദായത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് ഇപ്പം ഇന്ന് നമ്മൾ വായിക്കണേ പറയണം. യമനിലുള്ളതാണ് ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടതും പഠിച്ചതും ഒക്കെയാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇവർ ഭയങ്കര തടിമിടുക്കുള്ള ആൾക്കാരാണ്. എന്ത് ധിക്കാരം കാണിക്കുന്നതിൻ്റെ പിന്നിലും എന്ത് ചെയ്യും? സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു ആത്മബോധം, ഒരു ശക്തിബോധം ഏതൊന്നിൻ്റെ പിന്നിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇവർക്കുള്ളത് എന്താ വെച്ചാൽ ഒറ്റത്തള്ളിനൊന്നും അങ്ങനെയുണ്ട് വീണ് പോണ ആൾക്കാരല്ല ഞങ്ങൾ. തടിമിടുക്കാണ് ഇവരുടെ, അതാണ് ഇവരുടെ തണ്ട്, അതാണ് അവരുടെ പ്രത്യേകതയായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ 2 അനുഗ്രഹങ്ങൾ അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹൂദ് നബി അലൈഹി സ്വലാമിലൂടെ. ഒന്നെന്താ അറിയോ? നൂഹ് നബി അലൈഹി സ്വലാമിനു ശേഷം ആദ്യമായി വരുന്ന ജനവിഭാഗമാണ് ആര്? ഇവർ. 2ാമത്തെ പ്രവാചക തലമുറയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം പിന്നെ വരുന്നത് ആരാണ്? ഹൂദ് നബി അലൈഹി സ്വലാമാണ്. അപ്പോൾ ഈ ഹൂദ് നബി അലൈഹി സ്വലാം വരുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ആ നാട്ടിലെ മൊത്തം ജനങ്ങളെ കപ്പലിൽ വെള്ളത്തിൽ മുക്കിക്കൊന്ന് കളഞ്ഞപ്പോൾ അടുത്ത ഒരു തലമുറയിൽ ആരൊക്കെ ശേഷിച്ചിട്ടുണ്ടോ അവരൊക്കെ മുങ്ങിച്ചാകാതെ പടച്ചോൻ രക്ഷിച്ച ആൾക്കാരാണ്. അല്ലേ? അങ്ങനെയല്ലേ? മുങ്ങിച്ചാകാതെ പടച്ചോൻ തൽക്കാലം കപ്പലിലിട്ട് കഴിച്ചിലാക്കിയ ആൾക്കാരാണ് ആര്? ഇവർ മൊത്തം. ഓരോർക്കേണ്ട ഒന്നാമത്തെ അനുഗ്രഹം അതാണല്ലോ. അതായത് എല്ലാവരും മുങ്ങിച്ചത്തപ്പോൾ ആ മഹാദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല? ഈ നന്ദികേടും അനുസരണക്കേടും. കാരണം നൂഹ് നബിയുടെ അനുസരണക്കേട് കാണിച്ച ആളുകൾ മുക്കിക്കൊന്നിട്ട് അവരിൽ നിന്ന് നിങ്ങളാ പണിഞ്ഞെടുക്കാൻ പറ്റും. എന്താ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കാത്തത്? 2ാമത് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? നല്ല ബസ്തത്ത്, നല്ല തടിമിടുക്കും ആരോഗ്യവും സൃഷ്ടിപ്പിൽ തന്നു എന്നാണ്. മനസ്സിലായി? ഈ ആരോഗ്യവും അതേപോലെ തന്നെ ഒരു വലിയ മഹാശിക്ഷയിൽ നിന്നും പ്രളയത്തിൽ നിന്നും രക്ഷിച്ചില്ലേ നിങ്ങളെ? അതുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർക്കണ്ടേ? അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർക്കണ്ടേ? എന്നിട്ടൊന്ന് നന്നാവണ്ടേന്നാണ്. അപ്പോൾ ഉപദേശങ്ങൾ ഫലപ്പെടുന്നിടത്ത് വളരെ പ്രാധാന്യമുണ്ട്. എന്തിനറിയോ? അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുന്നത്. പക്ഷെ നമ്മളെ ശൈലി മാറരുത്. അപ്പം എന്ത് ചെയ്യും? നമുക്ക് നേരെ വിപരീത മറുപടിയെ കിട്ടുക. അത് പറയേണ്ടത് എന്താണ്? നല്ല രൂപത്തിലാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും എന്താ വെച്ചാൽ നിനക്ക് ചെയ്തെന്നു നിനക്ക് ചെയ്ത് ഇത് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞ് വലാ തുബുത്തിലു സ്വതക്കാത്തിക്കും ബിൽ മന്നി വല്ലാതാന്ന് പറഞ്ഞ് നിങ്ങൾ സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് എടുത്തു പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടും ബാത്തിലാക്കി ആർക്കും ഇഷ്ടമല്ല. നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് അത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല, മക്കൾക്കും ഇഷ്ടാവില്ല, ആർക്കും ഇഷ്ടാവില്ല. അപ്പം ഇന്നെങ്ങനെ നമ്മൾ പറയാം? എന്താ നമ്മൾ കാട്ടുക? അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കടന്നു വന്ന നാൾവഴികളെക്കുറിച്ച്, കാലഘട്ടത്തെക്കുറിച്ച് അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. കാരണം അന്ന് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബോധമില്ല. അതൊരു ചരിത്രമായി നമുക്കൊക്കെ നമ്മുടെ പിതാക്കളും പ്രപിതാക്കളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരൊക്കെ അനുഭവിച്ച ജീവിത കഷ്ടപ്പാടുകൾ. അപ്പോൾ നമുക്കും ചിലതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാവും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എപ്പോഴാണ്? ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അടിയും പിടി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാണ്? ആ സമയത്ത് പറഞ്ഞാൽ നമുക്കും അതൊരു നല്ല പോലത്തെ പറയാൻ കഴിയൂല. അപ്പം നമ്മൾ പറയുമ്പോൾ എന്താ ഉണ്ടാവുക? പറഞ്ഞോടത്തോളം ബാത്തിലാവും, ചെയ്തോടത്തോളം ബാത്തിലാവും. അതാണ് ഉണ്ടാവുക. അപ്പം എന്താ പറയുക? അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തൽ
ഉപദേശത്തിൻ്റെ നല്ലൊരു രൂപം തന്നെയാണ്. അതാരുടെയും എത്ര പ്രതിരോധിച്ച് നിൽക്കുന്നവരെയും എത്ര എതിര് പ്രവർത്തിക്കുന്നവരെയും അനുനയിപ്പിക്കാൻ പറ്റുന്നതാണ് ആ ഒരു കാര്യം. അത് ഈ ഉപദേശങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നെന്താ പറയുക, ഈ എതിർക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാവും, ഓർക്ക് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാവും. അപ്പോൾ ബദർ യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുമുട്ടുമ്പോൾ 100% സത്യം ഇപ്പുറത്തെ പ്രവാചകൻ, അവർക്ക് യുദ്ധവീര്യം പകരുന്ന ഒരു ആദർശം ഉണ്ടാവുമല്ലോ. അല്ലാതെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുക? എന്താണ് ഓല ആദർശം? എന്താ ആദർശം? ഞങ്ങളെ വാപ്പകാരണന്മാർ കൊണ്ടുവന്ന ഒരു മഹത്തായ പാരമ്പര്യത്തെ തച്ചുടക്കാൻ വന്നവർ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും എതിരെയുള്ള ആരോപണം. അപ്പോൾ അവർക്കൊരു വീര്യമുണ്ട്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രതാപത്തെ, നമ്മുടെ ഗോത്ര മേധാവിത്വത്തെ, നമ്മുടെ ദൈവങ്ങളെ, നമ്മുടെ പ്രപിതാക്കളെ ഓരുടേതല്ലാത്ത മാർഗത്തിലാണ് ഇവരൊക്കെ, ഓല മാർഗം വിട്ട് പോകണം എന്നാണ് പറയണത്. അപ്പോൾ ഇവരും പറയണത് എന്താ വെച്ചാൽ, എന്താണ് ഹൂദേ നീ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാർ ഇന്നുവരെ ആരാധിച്ചു വന്ന ആരാധനാമൂർത്തികളെയും ആരാധനാരൂപങ്ങളെയും കൈവെടിഞ്ഞ് ഏകനായ ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് നീ ഞങ്ങളോട് പറയുകയാണോ? അപ്പൊ അതിന് ഞങ്ങളെ കിട്ടൂല. ഇനി അത് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ശിക്ഷ വരുമെന്നാണോ നീ ഭീഷണിപ്പെടുത്തുന്നത്? എങ്കിൽ ആ ശിക്ഷ വൈകിപ്പിക്കണ്ട, ഇപ്പണ് കൊടുന്നോ. എന്താ ഇപ്പൊ ശിക്ഷ ഇപ്പൊ തന്നെ വന്നോട്ടെ എന്ന് പറയാനുള്ള പോലെ ധൈര്യം ഇപ്പം എന്താ? ഞങ്ങളുടെ പിതാക്കളുടെ മാർഗത്തിലാണ് ഞങ്ങളെ പ്രപിതാക്കന്മാരെന്താണ് ഇതിൽ നിന്ന ആളുകൾ. അതുകൊണ്ട് ഞങ്ങളത് തെറ്റൂല, ഞങ്ങൾക്കൊരാദർശമുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈ തെറ്റ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഇന്നലെ പറയുമ്പോൾ നമ്മൾ നേരക്ക് എടുക്കണം. എന്തുകൊണ്ടറിയും? ഓർക്കൊരു പൊടുത്തുണ്ട്. ഞമ്മക്ക് കേൾക്കുമ്പോൾ വലിയ ന്യായമായി തോന്നില്ലെങ്കിലും അവർക്ക് നല്ലൊരു ന്യായമായി തോന്നുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇന്നലെ എനിക്കൊരു രക്ഷിതാവ് ഫോൺ ചെയ്ത് പറഞ്ഞ്, കോളേജിൽ നിന്ന് അയാളുടെ മകള് ഒരുത്തൻ്റെ ബൈക്കുമ്പോൾ കയറി പോണത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഫോൺ ചെയ്തതാണ്. അവിടെ ക്യാമ്പസിൽ ഒരു കുട്ടി ഫോൺ ചെയ്ത്, അങ്ങനെ ഒരുത്തൻ്റെ ബൈക്കുമ്പോൾ കയറി ഇവൾ പോകുന്നുണ്ട്. അപ്പോൾ ഇയാളും ഭാര്യയും പാടെ അവൾക്ക് ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞ്, എന്താണ് വാപ്പ, ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് കേൾക്കണതല്ലേ, എനിക്കെങ്ങനെ വല്ല പ്രേമോ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തേ ഇത് കയറി? അതൊന്നുമില്ല, എൻ്റെ കോളേജിൽ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. എന്താണ് ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്കിതൊക്കെ അറിയണ ആളല്ലേ ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും? എന്താ പെങ്ങളൊക്കെ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. അപ്പോൾ പോയിട്ടില്ല എന്നല്ലേ? പോയിട്ടുണ്ട്, 1, 2, 3 പ്രാവശ്യം ഒന്നല്ല പോയത്. എല്ലാവർക്കും ന്യായം മനസ്സിലായി. അപ്പോൾ കേട്ടപ്പോൾ അപ്പോൾ ഇവർക്ക് ഇതിങ്ങനെയുണ്ട് ബോധ്യപ്പെടില്ലാണ്ടപ്പോൾ അവൾ പറയാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടാകും, നിങ്ങൾക്ക് അറിയില്ല. എന്താ പ്രശ്നം? ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമല്ല, ആങ്ങളാരില്ലല്ലോ. അപ്പോൾ ഒരാങ്ങളെയായിട്ട് കണ്ടതാണ്. എന്താ ന്യായം? വാപ്പ പെട്ടെന്ന് മനസ്സലിഞ്ഞു പോയി. ഒരാങ്ങളനെ കിട്ടിയ അവസ്ഥ. ഞാൻ പറഞ്ഞ എല്ലാവരും പറയണ വർത്താനത്തിൽ ഇവർക്കൊരു ആദർശം ഉണ്ടെന്നാ പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ടൊരു ആദർശം. അപ്പൊ ഈ ഒരു ആദർശത്തിന്റെ ബലത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൊള്ളത്തരം മനസ്സിലാകൽ എപ്പോഴും ആരെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് പരലോകത്ത് വിചാരണ നടക്കുമ്പോഴാണ് മനസ്സിലാകുക, ഞാൻ കൊണ്ടുവന്ന ആദർശമൊന്നും എന്താവൂല, ഇവിടെ വില പോകൂല. അതാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാവരും ചെയ്യണത്. എല്ലാ കള്ളക്കടത്തുകാരും, എല്ലാ കളവ് പറയുന്നവരും, എല്ലാ വ്യഭിചാരികളും, എല്ലാ കക്ഷികൾക്കും അവർക്ക് ആവേശവും ശക്തിയും പകരുന്ന ഒരു ആദർശാടിത്തറയുണ്ട്. അതില്ലാതെ ഇവിടെ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല, ഏറ്റുമുട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഞങ്ങളെ പ്രപിതാക്കന്മാർ കൊണ്ടുവന്ന ഒരാദർശത്തെ കൈവെടിഞ്ഞ് ഏകനായ ഒരാൾ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കിട്ടൂല. ഞാൻ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷ വരുമെങ്കിൽ അത് ഇപ്പം തന്നെ കൊടുന്നോ, നേരം വൈകിക്കണ്ട, ഇപ്പം തന്നെ കൊടുന്നോ എന്നാണ് അവരെന്ത് ചെയ്യുന്നത് പറയണം. വായിച്ചു നോക്കി. 65-ാമത്തെ ആയത്ത് സൂറത്ത് അൽ-അറാഫ്. ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം അയച്ചു എന്നാണ് കേട്ടോ. ഹൂദിനെ നാം അയച്ചു. പിന്നെ അല്ലദീന കാനൂ ഫി അർളിൽ യമൻ നാട്ടിലായിരുന്നു അവരുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? കാലയാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. ഇതന്നെ ആയത്ത്.
ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോഴും ആദ്യം പറയുന്നതായിരിക്കും കാലയാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ എന്ത് ചെയ്യാം? അള്ളാഹുവിനെ, ജനതയെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ ഒരാരാധ്യനും നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ് പറയണത് കേട്ടോ. അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, അള്ളാഹുവിന് കീഴൊതുങ്ങാതെ അവൻ്റെ കൽപ്പനകൾക്കെതിരെ ജീവിച്ചാൽ വരാവുന്ന ശിക്ഷകളെക്കുറിച്ച് നിങ്ങൾക്ക് കാവലില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങൾ എന്താണ് പച്ചയായി ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു. അപ്പം എന്താ ജനങ്ങളെ മറുപടി? ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ സഫാഹ. നോക്ക് നിങ്ങൾ, ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന് ജനതയിൽപ്പെട്ട മലഅ് പറഞ്ഞു. മലഅ് എന്ന് പറഞ്ഞാൽ പ്രമാണികൾ, പ്രധാന സംഘം, കൂട്ടം, നേതാക്കൾ, പ്രധാനികൾ എന്നൊക്കെ പറയും. ഇത് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾക്കാണ് പറയാം കേട്ടോ. ഇതൊരു വലിയൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഞങ്ങളെ എടത്തനാട്ടുകരയിലൊക്കെ എന്ന് വെച്ചാൽ 10, 25, 26 മഹല്ലുകളാണ് മുജാഹിദ്. ഇത്രയും വ്യാപകമായൊരു മാറ്റം, അറബി ഖുതുബ നടന്നിരുന്ന, ഖുറാഫാത്ത് നടന്നിരുന്ന ഒരു പ്രദേശത്ത് മൊത്തം ആളുകൾ, മുഴുവൻ ആളുകളും മുജാഹിദാകാനുള്ള കാരണം വെറും ആദർശ പ്രചാരണം മാത്രമല്ല. ആ നാട്ടിൽ ഏറ്റവും അധികം പ്രമാണിത്വവും നേതൃത്വവും സമ്പന്നതയും ഉണ്ടായിരുന്ന ആളെന്ത് ചെയ്തു? തറവാടോടുകൂടെ പോകുന്നു. അപ്പം മൊത്തം ജനങ്ങളും പോകുന്നു. ആണ്ടായ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. വെറുതെ എന്തിലും സമൂഹത്തിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് ഒരു മഹത്വമുണ്ട്. കാരണം അവർ മാറുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള ആൾക്കാരെന്ത് ചെയ്യുക? മാറുക. അപ്പം സാധാരണക്കാരായ ആളുകൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ എതിര് നിന്നില്ല എന്നൊന്നും അർത്ഥമല്ല. പക്ഷേ ഇപ്പോൾ ഒരു കുടുംബനാഥൻ മാറുന്നതും അവിടുത്തെ ഒരു മകൻ മാറുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ? കുടുംബനാഥൻ മാറിയ വീട് മൊത്തം മാറും. ഒരു മകനോ ഒരു മകളോ മാറിയതുകൊണ്ട് എല്ലാവരും മാറൂലല്ലോ. അപ്പോൾ ഈ പ്രവാചകന്മാരെ എതിർക്കുന്ന കാര്യത്തിലും എന്താണ്? സമൂഹത്തിലെ പ്രമാണിമാരെതിരെ നിന്നതുകൊണ്ടാണ് എന്താണ് സത്യത്തെ സ്വീകരിക്കാതെ ബാക്കിയുള്ള ആൾക്കാർ നിൽക്കാനുള്ള കാരണം. അതാണ് ഒരു പ്രധാന കാര്യം. അപ്പൊ ഇതിന് ഇനിയിപ്പോൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ തന്നെ കണ്ടു, ഖാലൽ മലഉല്ലദീന കഫറയിൽ തന്നെ ഉണ്ടാവും. പ്രധാനികൾ പറഞ്ഞു, സമൂഹത്തിലെ ജനങ്ങളിൽ നിന്നുള്ള അവിശ്വസിച്ചവരായ പ്രധാനികൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നാ ലനറാക ഫീ സഫാഹ, ഞങ്ങൾ നിന്നെ ഒരു വമ്പിച്ച ഭോഷത്വത്തിലാണ്, വിഡ്ഢിത്തത്തിലാണ് കാണുന്നത്. വലിയ പൊട്ടത്തരാണ് ഹൂദേ നീ പറയണത്. മനസ്സിലായി? ദീന് പറഞ്ഞാൽ കിട്ടുന്നൊരു മറുപടിയാണ്. അന്തല്ലങ്ങൾക്ക് എന്ത് വർത്താനായി പറയണത്? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കണ കാര്യം. ആർക്കേലും ശരിയാവും. ആ ചോദിക്കുക. ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും വിധികളെയും പാലിക്കുന്ന ആളുകളെ പൊട്ടന്മാരായിട്ട് മറ്റുള്ളവർ കാണാനുള്ള കാരണം ഇപ്പം എന്താ? അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ അയാൾക്കാകെ 20 സെൻറ്റ് സ്ഥലമുള്ളത് ഒരു 10 സെൻറ്റ് സ്ഥലം അയാളൊരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തു വിചാരിച്ചോളി. ആ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടിലേക്ക് പറയും, എന്ത് പിരാന്തായി കാട്ടുന്നത്. അപ്പം എന്താ വെച്ചാൽ അവർ ചിന്തിക്കുന്ന ചിന്ത എന്തുള്ളൂ വെച്ചാൽ, ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾ നോക്കേണ്ട ലാഭനഷ്ടങ്ങൾ ഏതാണ്? ദുനിയാവാണ്. അപ്പം പൊട്ടുന്നേരം തന്നെയല്ലേ ശരിക്കും. എന്നാൽ ഈ ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തൊരു ലോകമുണ്ടെന്നും നാളെ ഞാൻ മരിച്ചു ചെല്ലുമെന്നും ബോധമുള്ള ഒരുത്തൻ അത് ചെയ്യുമ്പോൾ അയാളെ എന്നെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. കാരണം എന്താ? നാളെ പിറ്റേന്ന് ഇയാളെ പൊട്ടെന്ന് വിളിച്ച ആൾക്കാർ നാളെ പിറ്റേന്ന് അയാൾ കണ്ണടച്ചാൽ ഓലെന്നെ പറയെന്ത്, എന്തായാലും അയാളത് കൊടുത്തു പോയത് അയാൾക്ക് വലിയ കാര്യം. ഇല്ലെങ്കിൽ ഇപ്പം അത് ഇവരെ ഓഹരിച്ചെടുക്കും. അയാൾക്ക് എന്താ കിട്ടുക? പിറ്റേന്ന് പോലെ തിരുത്തി പറയും. പക്ഷെ അയാൾക്കത് നേരത്തെ തിരിഞ്ഞു. ഇവർക്ക് എപ്പോഴേ തിരിഞ്ഞുള്ളൂ? കുറച്ച് കഴിഞ്ഞിട്ടാ മനസ്സിലായത്. മനസ്സിലായില്ലേ? അതെങ്ങനെ പറയുള്ളൂ. ഇനി എല്ലാം മുക്കിടും. എല്ലാം മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സത്യസന്ധമായ വില. എല്ലാ മക്കളും എഞ്ചിനീയർമാരും ഡോക്ടർമാരും അമേരിക്കയിലും എല്ലാ സ്ഥലത്തും എത്തിച്ചൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാം, എന്തായാലും
നല്ലൊരു കാര്യമായി പോയി. എല്ലാ മക്കളെ അയാൾ പഠിപ്പിച്ച് ഒക്കെ ഉഷാറാക്കി കൊണ്ടുപോയി. മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് പറയുക എന്താല്ലേ, എല്ലാവരും വലിയ വലിയ ആൾക്കാരൊക്കെ എന്താ ഇപ്പൊ കാര്യം കിട്ടിയ അയാൾക്ക്. മരിച്ചതിനെ പിറ്റേന്ന് തിരിച്ചാണ് പറയുക ആൾക്കാർ. അയാൾ മരിച്ചോളം ചിന്തിച്ചത് ബാക്കിയുള്ളവർക്ക് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? മരിച്ചണം. അപ്പോഴേ ചിന്തിക്കൂ. മരിച്ചു കഴിഞ്ഞിട്ട് പോലും ചിന്തിക്കുള്ളൂ, അല്ല ചിന്തിക്കൂല. പള്ളിക്ക് കൃത്യമായി നിസ്കരിക്കാനൊക്കെ കൃത്യമായി പോയി ഇതൊക്കെ എന്താ പയാക്ക് നിസ്കരിക്കാൻ അല്ലാതൊരു പണിയില്ല, എങ്ങനെ പോകും പള്ളിയിൽ പോകാൻ തിരിച്ചു എന്തെങ്കിലും ഇപ്പം ഈ ആൾക്കാരെ കഥ. അത് കഴിഞ്ഞ് മരിച്ചാൽ എന്താ പറയാ? എന്തായാലും അയാൾക്ക് പേടിക്കണം കേട്ടോ, അയാളാന്ന് വെച്ചാൽ ഒരു വക്ത് തെറ്റാതെ പള്ളിക്ക് പോയി എല്ലാം സംഭവിക്കും. അപ്പം നമ്മളിപ്പോൾ മരിച്ചിട്ട് പറഞ്ഞ വല്ല കാര്യമുണ്ട്. മരിച്ചതിൻ്റെ മുന്നേ ഈ ബോധം ഉണ്ടായാൽ നമ്മളോട് എല്ലാവരും എന്താ പറയാ? വലിയ പൊട്ടത്തരത്തിലാണ് കേട്ടോ എന്ന് പറയാം. കഴിഞ്ഞ എല്ലാവരും ഇത് സമ്മതിക്കും. ഇതൊരു യാഥാർത്ഥ്യം, എല്ലാവരും പറയണ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഇത് തിരിച്ച് മനസ്സിലാകാൻ എന്ത് ചെയ്യും? കുറച്ച് സമയം പിടിക്കും. ഇവർ നേർക്ക് നേരെ പറഞ്ഞവർക്ക് ഇന്നാല നറാക്ക ഫി സഫാഹ, നീ ഏറ്റവും വലിയ സഫാഹത്തിലാണ്. ഇമാം സഅദി പറയുന്നുണ്ട്, അയ്യു സഫഹിൻ അഅ്ലം മിമ്മൻ ഖാബല ഹക്കൽ ഹക്കി ബിർറദ്ദി വൽ ഇൻകാർ. ഏറ്റവും വലിയ പൊട്ടന്മാരാരാണ്? ഏറ്റവും വലിയ സത്യത്തെ തള്ളിക്കളഞ്ഞവരല്ലേ ഏറ്റവും വലിയ പൊട്ടന്മാർ. ഓല ഇഹവും പരവും രക്ഷപ്പെടുത്തുന്ന ഈ തൗഹീദിനെ തള്ളിക്കളഞ്ഞവരല്ലേ ഏറ്റവും വലിയ പൊട്ടന്മാർ. അത് ഉൾക്കൊണ്ട് പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനെയാണ് അവരെന്ത് വിളിക്കുന്നത്? വിഡ്ഢി എന്ന് വിളിക്കുന്നത്. എന്താണ് അവരെ കഥ എന്നുള്ളത്. അപ്പൊ അതാ വേണം. പിന്നെ ഇന്നാല നെലുന്നുക മിനൽ കാദിബീൻ, മാത്രമല്ല നീ എന്താണ് വ്യാജം പറയുന്നവരിൽ പെട്ടവനാണെന്ന് വിചാരിക്കും. നീ കള്ളനാണ്, നുണ പറയാണ്. നുണ പറയാന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ നുണയാലല്ലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ എന്തായിരിക്കണം? കളവായിരിക്കണം. സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? അവർ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് നീ നുണ പറയുകയാണ്, നീ ഭോഷത്വത്തിലാണ്, നീ വിഡ്ഢിത്തത്തിലാണ് എന്നാണ് അവരദ്ദേഹത്തോട് പറഞ്ഞത്. കാലയാ ഖൗമി ലൈസ ബി സഫാഹത്തും വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ അറിയോ? പൊട്ടനാന്ന് പറഞ്ഞുള്ള മറുപടി, കാലയാ കൗമി ലൈസ ബി സഫാഹ, എൻ്റെ ജനങ്ങളെ എനിക്കൊരു ഭോഷത്വവുമില്ല, എനിക്കൊരു വിഡ്ഢിത്വവുമില്ല, എനിക്കൊരു പൊട്ടത്തരവും സംഭവിച്ചിട്ടില്ല. എനിക്കെങ്ങനെ സംഭവിക്കുക? ഇത് ഞാൻ സ്വന്തം എടുക്കുന്ന തീരുമാനമോ ഞാൻ സ്വന്തം പറയുന്ന കാര്യങ്ങളോ അല്ല, എങ്കിലല്ലേ എനിക്ക് തെറ്റുപറ്റൂ. വലാകിന്നി റസൂലും, ഞാൻ ആരാണ്? അള്ളാഹുവിൻ്റെ ദൂതനാണ്. മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളെ മുഴുവനും പരിപാലിക്കുന്ന, ലോകങ്ങൾക്ക് മുഴുവനും വ്യവസ്ഥയും സംവിധാനവും നൽകിയ, അതിനെയെല്ലാം ചിട്ടയൊത്ത് സംവിധാനിച്ച് പരിരക്ഷിച്ചു വരുന്നവനാരോ അവൻ നിയോഗിച്ച പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കെന്താ? ഒന്നും വരൂല. ഞാൻ സത്യത്തിലാണ്, യാഥാർത്ഥ്യത്തിലാണ്. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി, റബ്ബിൻ്റെ സന്ദേശങ്ങളെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ദൗത്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. വ അനലക്കും നാസിഹുൻ അമീൻ. കണ്ടോ, രണ്ടു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എപ്പോഴും അതാണ്. എന്ത് പ്രതിരോധങ്ങളും എന്ത് പ്രതിഷേധങ്ങളും എത്ര ശക്തമായി വന്നാലും നമ്മൾ പതറരുത്. നമുക്ക് രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, ഇതെൻ്റെ ദൗത്യമാണ്. ദൗത്യം ഒരാൾക്ക് നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികൂലതകൾ ഉണ്ടായതുകൊണ്ട് ഒരാൾക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാൻ പറ്റൂല. അമ്മ മരുന്ന് കൊടുക്കണമാതിരി കുട്ടിക്ക് മരുന്ന് കൊടുക്കുക, മനസ്സിലായി? ആൻറ്റിബയോട്ടിക് പകുതി കൊടുത്തുക്കണം, ഇനി 2 ദിവസം കൊടുക്കാണ്ട്. കുട്ടി ഒരു നിലക്ക് സമ്മതിക്കണില്ല. സമ്മതിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും? വലത്തി കിടത്തി വായ പൊളിച്ച് കൊടുക്കും. കുട്ടിക്ക് തൽക്കാലം എന്തെങ്കിലുമൊക്കെ തോന്നിയാലും എന്ത് ചെയ്യും? അതൊരു ദൗത്യ നിർവഹണമാണ്. അതിൻ്റെ മുന്നിൽ സ്നേഹമോ പ്രതിഷേധമോ ഒന്നും വകവെക്കുന്ന പ്രശ്നമില്ല എന്നാണ്. അത് നമ്മൾ ചെയ്തിരിക്കും. അത് വാപ്പേണോ ഉമ്മേണോ അതൊന്നും വിഷയമല്ല, മകനാണോ മകളാണോ ഒന്നും വിഷയമല്ല. അതെൻ്റെ ഡ്യൂട്ടി, അത് ഞാൻ നിർവഹിക്കും. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി. ഒരു ഫലവും കാണാഞ്ഞിട്ടും നൂറ്റാണ്ടുകളോളം ദാവത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം നിലനിന്നത് അതുകൊണ്ടാണ്. റിസാലത്ത് എത്തിച്ചു കൊടുക്കൽ ഒരു പ്രവാചകന്റെ ഡ്യൂട്ടിയാണ്. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വ അന ലക്കും നാസിഹുൻ അമീൻ. ഞാൻ നിങ്ങൾക്ക് എന്താണ്? ഗുണകാംക്ഷിയാണ്. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ്, നല്ല ഉപദേശിയാണ്. നാസിഹ് എന്നാൽ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരുന്ന ഒരു ഗുണകാംക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് നിർവഹിക്കാതിരിക്കാൻ പറ്റൂല. ഇതെൻ്റെ ദൗത്യമാണെന്ന്. പിന്നെ നിങ്ങൾക്കും ഇത് തള്ളിക്കളയാൻ പറ്റൂല. എന്തുകൊണ്ടെന്നറിയോ? അവ അജിബ്തും മൻ ജാഅക്കും
ദിക്റും മിർ റബ്ബിക്കും അവ അജിബ്തും നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അൻജാഅക്കും നിങ്ങൾക്ക് വരിക എന്നത് ദിക്റും മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളൊരു ഉത്ബോധനം നിങ്ങൾക്ക് വരിക എന്നത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുകയാണോ? അലാ റജുലിൻ മിൻകും നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മേൽ, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ മുഖേന, ഒരു പുരുഷൻ മുഖേന നിങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും നിങ്ങൾക്ക് ഉത്ബോധനം വരുന്നത് കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ? ലിയുന്തിറക്കും നിങ്ങളെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന വദ്കുറു, ഓർത്തോളൂ ഇത് ജഅലക്കും. നമ്മളൊക്കെ ഭയപ്പെടുന്ന കാര്യമാണ്. അതായത് 4 കാര്യങ്ങളെ ഏറ്റവും വലിയ പാതകങ്ങളായിട്ട് അഖീദയിൽ പഠിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാതകം. ഒന്ന് ശിർക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എന്ത് ചെയ്യുക, നിരാശപ്പെട്ടു പോവുക എന്നുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയത്വം ഉണ്ടാവുക. ഒരാൾക്ക് എന്ത് തമ്മാടത്തും ചെയ്യുമ്പോഴും പടച്ചോൻ്റെ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടി തന്നെ തോന്നുന്നില്ല. അതിൻ്റെ അർത്ഥം പടച്ചവനെ അവൻ ഒരു നിലക്കും വില വെക്കുന്നില്ല എന്നാണ്. അത് അക്ബറുൽ കബായിറാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയത്വം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ള തരുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന് നിരന്തരമായ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അനുഗ്രഹം അള്ള പിൻവലിച്ചാലോ, ആ പേടിയാണ് മനുഷ്യനതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെ നിലനിൽക്കണം. പരലോകത്ത് എനിക്ക് പ്രശ്നം വരരുത്. വദ്കുറൂ, ഓർത്തോളൂ ഇത് ജഅലക്കും അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങളെ ആക്കിയിരിക്കുന്നു ഖുലഫാഅ പിൻഗാമികൾ. മിൻ ബഅദി ഖൗമി നൂഹ്. കണ്ടോ, നൂഹിന്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അവൻ പിൻഗാമികളാക്കിയത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ ആ അനുഗ്രഹത്തെ. കപ്പലിൽ മുഴുവൻ ആളുകളും മുങ്ങിപ്പോയപ്പോൾ മുങ്ങാതെ നിലകൊണ്ട രക്ഷപ്പെട്ടവരിൽപ്പെട്ടവരാണോ നിങ്ങൾ? അതുകൊണ്ട് ആ മുങ്ങിച്ചത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളീ പണി ചെയ്യാൻ പാടില്ല. കാരണം നൂഹ് നബി അലൈഹി സ്വലാമിനോട് ധിക്കാരം കാണിച്ചതിൻ്റെ പേരിൽ അവരെ മുക്കിക്കൊന്നത്. ആ പാഠവും ചരിത്രവും കണ്ടുപഠിച്ച നിങ്ങൾ വീണ്ടും ഒരു പ്രവാചകനെതിരെ നിൽക്കാൻ പാടില്ല. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? വസാദക്കും ഫിൽ ഖൽഖി ബസ്ത. വസാദക്കും അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖൽഖി എന്താണ്? സൃഷ്ടികളിൽ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ബസ്തത്തൻ, ബസ്തത്ത് എന്ന് പറഞ്ഞാൽ ശക്തി, വികാസം, പൊക്കം. അതായത് കണ്ടങ്ങനെ വലിയ വലിയ പന പോലെയുള്ള മനുഷ്യന്മാരാണ്. പന പോലെയുള്ള മനുഷ്യന്മാർ, നല്ല തടിയും ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാരാണ്. അല്ലാഹു എങ്ങനെ ശിക്ഷിച്ചത്? 7 ലയാലിം വ സമാനിയത, 7 രാത്രിയും 8 പകലും അടിച്ചു വീശുന്ന കാറ്റ്, മറിഞ്ഞിങ്ങനെ കടന്ന് ഭൂമിയിലൂടെ അങ്ങനെ അടിച്ച് കാറ്റിങ്ങനെ ആയിരങ്ങനെ മരിച്ചിട്ടും ആ ജഡങ്ങൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നതാണ് കാറ്റത്ത്. അങ്ങോട്ടും കാന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അങ്ങനെയാണ് കാണിച്ചത്. അത് അവരുടെ ഈ ആജാനു വലിയ ശരീരം ഉള്ള ആൾക്കാരാവുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ശിക്ഷയാണ് അവർക്ക് അള്ളാഹു കൊടുത്തത്. ആ തടിക്കനുസരിച്ചുള്ള ശിക്ഷയാണ് എന്ത് ചെയ്തത്? കൊടുത്തത്. അള്ളാഹുവിൻ്റെ നടപടിക്രമം. അപ്പം എന്താണ്? വസാദക്കും ഫിൽ ഖൽഖി ബസ്ത. അവരുടെ ആ സൃഷ്ടിയിൽ എന്ത് ചെയ്തു? സൃഷ്ടികളിൽ അവർക്ക് എന്ത് ചെയ്തു? പൊക്കവും ശക്തിയും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫദ്കുറൂ, ഓർത്തുകൊള്ളുക, ആലാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ. ആലാ അനുഗ്രഹങ്ങൾ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ എന്തായേക്കാം? വിജയിച്ചേക്കാം. തഫൂസൂന ബിൽ മത്ലൂബ്, നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പിന്നെ ഭയപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. ഫവഅലഹും വദക്കറഹും വഅമറഹും ബിത്തൗഹീദ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ വയൽ പറഞ്ഞെടുത്തു, ഓർമ്മപ്പെടുത്തി, ഉത്ബോധിപ്പിച്ചു, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് എന്ത് ചെയ്തു? അവരെ ഭയപ്പെടുത്തി, അങ്ങനെ ഉത്ബോധിപ്പിച്ചു. പക്ഷെ അതൊന്നും സ്വീകരിക്കാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. അവരെ മറുപടി കാലൂ അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദഹ്. കാലു, അവർ ചോദിച്ചു, അജിഅ്തന,
അജിത്തന, നീ വന്നിരിക്കുകയാണോ ഞങ്ങളുടെ അടുക്കൽ, ലിനഅ്ബുദല്ലാഹ വഹദ, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, വനദറമാക്കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയും വിട്ടുകളയാൻ. ഇപ്പം എന്താ പോയി പറയണേ? ഞങ്ങളെ വാപ്പുകാരന്മാർ ഇതുവരെ ആരാധിച്ച് നടത്തു പോന്നൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണം. അത് പറയാനാ ഇപ്പൊ നീ വന്നത്? അപ്പോ അവിടെ ആദർശം എന്താണ്? പിതാക്കന്മാരെന്തു ചെയ്തോ അതനുസരിച്ച് പോവുക, ഒരു മാറ്റത്തിനുള്ള. അതിന് ഞങ്ങളെ കിട്ടൂല. ഞങ്ങളുടെ വാപ്പക്കാരന് വരണ വഴി. എത്ര ആൾക്കാർ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്നല്ല, നമ്മുടെ പുതിയ തലമുറയിൽ തന്നെ തൗഹീദും ദീനും മനസ്സിലാക്കി എത്രയോ ആളുകൾ ഇനിയിപ്പോൾ നമ്മളെ കാരണന്മാര് പുലർത്തിപ്പോന്നൊരാശയത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോയി എന്നിപ്പോൾ എന്നെപ്പറ്റിയൊരു വർത്താനം പിൽക്കാലത്ത് ഉണ്ടാകണ്ട വിചാരിച്ചിട്ടേ, പിൽക്കാലത്ത് ഇവിടെ എന്ത് പറഞ്ഞാൽ കേൾക്കാണ്ട് പോയി അതും വിചാരിച്ചിങ്ങാട് എന്ത് ചെയ്യാണ്, മരിച്ചുപോയ എത്രയോ സാധുക്കളുണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ വാപ്പകാരന്മാരുടെ ആദർശം വിട്ടാൽ ശിക്ഷ വരുന്നുണ്ടെങ്കിൽ ഫഅ്തിനാബിമാ തഅദുന, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ കൊണ്ടുവാ. ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ, നീ പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള ചാൻസ് ആണ്. ഇപ്പം ഹൂദ് നബി അലൈഹി സ്വലാം നബിയാണെങ്കിൽ ഇപ്പൊ എന്തു വേണം? ഇവർക്ക് ശിക്ഷ ഇറങ്ങണം, എന്നാലേ പ്രവാചകൻ. ആലോചിക്കണിങ്ങളതിന് ഇവർക്കിപ്പോൾ ശിക്ഷ ഇറങ്ങിയാലേ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന് സത്യപ്രവാചകനാകാൻ പറ്റുള്ളൂ. നീ സത്യവാനാണെങ്കിൽ നീ എന്ത് ചെയ്യ്, ആ വാഗ്ദത്തം ചെയ്ത ശിക്ഷയെ ഞങ്ങൾക്ക് നീ കൊണ്ടുതാ. എന്താണ് അതൊക്കെ ഒരു ധൈര്യം? ആലോചിക്കുക നിങ്ങൾ, ഭയങ്കര ധൈര്യമല്ലേ. ഫഅ്തിനാ ബിമാ തഅദുന ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ സത്യവാന്മാരിൽപ്പെട്ടവരാണെങ്കിൽ എന്താണ്, ആ ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവാ എന്നവർ വെല്ലുവിളിയോട് കൂടെ പറഞ്ഞു. ശിക്ഷ ഇറങ്ങി, അവർ നശിച്ചു കേട്ടോ, ഒക്കെ സംഭവിച്ചു. ഹൂദ് നബിയെയും ഒപ്പമുള്ള ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. അതാണ് 71, 72 പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون قال الملأ الذين كفروا من قومه قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنا لكم ناصح أمين أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى رَجُلٍ مِّنْكُمْ على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطة فاذكروا آلاء الله لعلكم تفلحون
قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين.